ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നേ. നല്ല സുഖിച്ചുറങ്ങുന്ന ദിവസങ്ങളിലൊക്കെ അപ്പുവിന് പുറത്തിറങ്ങാൻ ഭയങ്കര പാടാണേ. അടുക്കള ചെന്നപ്പം അമ്മയിന്ന് മീൻതോരൻ വെക്കാനുള്ള പരിപാടിയാണ്. കൂടെ ഒരു ഇലത്തോരനുണ്ട്, അതുപോലെ മാങ്ങാക്കറിയുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അപ്പു ബേളം വെക്കാൻ തുടങ്ങി. അവന് ശൂശു വെക്കണമെന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞത് ശൂശു വെക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, സിറ്റോട്ടി വരാനുള്ള വിളച്ചിലാണ്. വിളിച്ചു കഴിഞ്ഞാൽ ഇനി കൂട്ടോട്ട് വരത്തുമില്ല. ഇനി ഇങ്ങനെ കഴുത്തിലൊക്കെ പിടിച്ചാണ് അകത്തോട്ട് കൊണ്ടുപോകുന്നത്. കൂടിന്റെ വാതക്കാരെ വന്നിട്ട് തിരിഞ്ഞോടുവേ. ഇതൊക്കെയാണ് അവന്റെ വികൃതി എന്ന് പറയുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന ചക്ക പഴിപ്പിക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ചക്ക ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പൻ ടിവിയിൽ ആടുതിരി കണ്ടോണ്ടിരിക്കുകയാണേ. പിള്ളേര് പുറത്ത് സാറ്റ് കളിക്കാൻ തോന്നുന്നു. 3 പേരും 3 സ്ഥലത്തിരിപ്പുണ്ട്. ഈ നടന്നു പോകുന്നതാണ് നമ്മുടെ ചെമ്പന്റെ അപ്പൻ. കണ്ട അവന്റെ കൂട്ടന്നെ ഇരിപ്പില്ലേ. ബാക്കി 2 പേരും കുഞ്ചിയെ പോലെയാണ്. പിള്ളേരെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ വികൃതികൾ കാണിച്ചോണ്ടേയിരിക്കും. പിള്ളേർ എവിടെ പോയാലും കുഞ്ചിയമ്മ അവരുടെ കൂടെ തന്നെ കാണും. കളികൾക്കും എല്ലാ കാര്യത്തിനും അവൾ കൂടെ ഉണ്ടാവും. വൈകുന്നേരം ആയപ്പോ ജിബിനും വെല്ലിച്ചനോടെ വീട്ടിൽ വന്നേ. അങ്ങനെ അവരുടെ കൂടെ കൊഴഞ്ചിൽ വരെ പോകാനായിട്ട് ഇറങ്ങിയേ. ഈ ഇടത് ഭാഗത്ത് കാണുന്നതാണ് മടുത്തമ്പടി അമ്പലം. ഞങ്ങളുടെ ദേശദേവത എന്നാണ് അറിയപ്പെടുന്നത്. തിരിച്ചു വന്നപ്പോ ഞാൻ അവരെ കക്കണ്ണിപ്പാലയുടെ മുകളിലൊന്ന് കൊണ്ടുപോയേ. ഇതിന്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണിത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം നാരങ്ങാനെ മുഴുവനായിട്ട് കാണാൻ പറ്റും. ഈ ഭാഗത്തായിട്ടാണ് മലനാട് മിൽക്കിന്റെ പ്ലാന്റ് വരുന്നത്. ഇവിടെ നിന്നാണ് ഒരുപാട് സാധനങ്ങൾ പുറത്തേക്കൊക്കെ പോകുന്നത്. ഇന്ന് എന്റെ ഫ്രണ്ടിന്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. ആള് സ്ഥലത്തില്ലാത്തതുകൊണ്ട് അമ്മയ്ക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാമോ എന്ന് ചോദിച്ചു. പിന്നെന്താ, കൊടുക്കാമെന്ന് ഞാനും പറഞ്ഞു. അങ്ങനെ പറഞ്ഞ പോലെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഒരു ബോക്സിലൊക്കെ ആക്കിയിട്ട് വൈകുന്നേരം അമ്മയുടെ കൊണ്ട് കൊടുത്തു. ചെയ്തത് മികച്ചതായെന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മയും ഫ്രണ്ടും ഹാപ്പിയായി. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറിയിട്ട് നമ്മൾ ചില സർപ്രൈസ് കൊടുക്കുമ്പോൾ അവരുടെ കണ്ണിലുണ്ടാകുന്ന പ്രകാശം അതിന്റെ ഒരു രസത്തിലും ത്രില്ലൊക്കെ നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നത്. നമ്മളാൽ കഴിയാവുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം ഒന്ന് വലുത് തന്നെയാണ്. പുറത്തിറങ്ങിപ്പോകാനുള്ള കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് എന്റെ മുട്ടിടിച്ച് തകർക്കുന്നതാണ് ഈ കാണുന്നത്. തലങ്ങും വലങ്ങും എന്റെ മുട്ടിന് തന്നെയാണ് വന്നിരിക്കുന്നത്. അവള് സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ അവിടുന്ന് പോകാതിരിക്കാൻ എന്റെ കാലിലെ മണ്ടലാണ് കയറിയിരിക്കുന്നത്. ഇവരുടെയൊക്കെ സ്നേഹം പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. Thank you.